അനിമലിൻ്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഓർമ്മയുണ്ടോ? ഡ്രസ്സിൽ മുഴുവൻ ചോരയും കയ്യിൽ കോടാലിയുമായി സിഗരറ്റ് വലിക്കുന്ന രൺബീർ കപൂർ. പക്ഷെ അന്ന് എല്ലാവരുടെ ശ്രദ്ധ പോയത് ഒരു ടാഗ്ലൈനിലേക്കായിരുന്നു: സൂപ്പർ സ്റ്റാർ രൺബീർ കപൂർ. സൂപ്പർ സ്റ്റാറോ? എന്ത് സൂപ്പർ സ്റ്റാർ? ഷാറൂഖ് ഖാനും സൽമാൻ ഖാനും ആമിർ ഖാനും ബോളിവുഡിൽ ഇന്ന് കൊടികുത്തി വാഴുന്നിടത്ത് ഇന്നലെ വന്നൊരു ചെക്കൻ സൂപ്പർ സ്റ്റാർ ആയിരുന്നു. ഉടൻ തുടങ്ങി ട്രോളുകളും കളിയാക്കലും. പക്ഷേ ഒരൊറ്റ ടീസർ, അവിടെ തീർന്നു എല്ലാ കളിയാക്കലും. ഡിസംബർ 1 പടമിറങ്ങി കത്തിക്കേറി. 100 200 അല്ല 900 കോടിയാണ് ഇവർ പറഞ്ഞ് ഈ ചെക്കൻ അടിച്ചെടുത്തത്. ഈസ് രൺബീർ കപൂർ എ സൂപ്പർ സ്റ്റാർ ഓർ നോട്ട് എന്ന ചോദ്യത്തിന് അവിടെ തിരശീല വീണു. ഹി ഈസ് എ സൂപ്പർ സ്റ്റാർ. തുടക്കം മുതൽ ഒരു അർബൻ ഹീറോയുടെ എല്ലാ ലക്ഷണങ്ങളും ലുക്കും രൺബീറിനുണ്ടായിരുന്നു. ഒരുപക്ഷെ അതായിരിക്കാം കൂടുതൽ റൊമാൻറ്റിക് കോമഡി സിനിമകളിലേക്ക് അയാളെ വഴിതിരിച്ചു വിട്ടത്. അച്ഛൻ്റെ ചിത്രത്തിൽ അസിസ്റ്റന്റ് ഡയറക്ടറായി തുടങ്ങി സഞ്ജയ് ലീല ബൻസാലി സിനിമയിൽ അസിസ്റ്റന്റും തുടർന്ന് നായകനുമായി സിനിമയുടെ ലോകത്തേക്ക് വന്ന രൺബീറിന് ചിലപ്പോൾ എൻട്രി ടിക്കറ്റ് സുലഭമായി ലഭിച്ചതാകാം. പക്ഷെ അവിടെ നിന്ന് അങ്ങോട്ട് കെട്ടിപ്പടുത്ത ഓരോന്നും രൺബീറിലെ അഭിനേതാവിന് മാത്രം അവകാശപ്പെട്ടതാണ്. സാവരിയും ബച്ചന എ ഹസീനോയും വലിയ മാറ്റം തൻ്റെ കരിയറിൽ കൊണ്ടുവരാതിരിക്കുമ്പോഴാണ് ധർമ്മ പ്രൊഡക്ഷൻസ് ഒരു പുതുമുഖ സംവിധായകനെ രൺബീറിൻ്റെ അടുത്തേക്ക് പറഞ്ഞുവിടുന്നത്: അയാൻ മുഖർജി. ചിത്രം വേക്കപ്പ് സിഡ്. ടീനേജിലുള്ള ഏതൊരു ചെറുപ്പക്കാരനെയും പോലെ കൺഫ്യൂസ്ഡായ, ജീവിതത്തിൽ യാതൊരു ലക്ഷ്യവുമില്ലാതെയുള്ള കഥാപാത്രമായി രൺബീർ മാറി. ചിത്രമാകട്ടെ അന്നും ഇന്നും ഏറെ ആരാധകരുള്ള ഫീൽ ഗുഡ് സിനിമയായി. അവിടെ നിന്ന് അങ്ങോട്ട് ഹിറ്റും അതല്ലാത്തതുമായ കുറച്ച് ചിത്രങ്ങൾ: രാജ്നീതി, റോക്കറ്റ് സിംഗ്, സെയിൽസ്മാൻ ഓഫ് ദി ഇയർ തുടങ്ങിയ സിനിമകളിൽ ശ്രദ്ധിക്കപ്പെടുന്ന വേഷങ്ങൾ. രൺബീറിലെ അഭിനേതാവിന് വേണ്ടിയിരുന്ന ട്രിഗർ അതായിരുന്നു റോക്ക് സ്റ്റാർ. ഒരു റോക്ക് സ്റ്റാർ ആകാൻ ആവശ്യം പെയിൻ ആണെന്ന് മനസ്സിലാക്കി അത് തേടിപ്പോകുന്ന ജോർദാൻ. ഒടുവിൽ അയാൾ അറിയാതെ അയാളിലേക്ക് വന്നു ചേരുന്ന പ്രണയത്തിൻ്റെ വിരഹത്തിൻ്റെ വേദന. രൺബീറിലെ അഭിനേതാവ് ഉയിര് കൊടുത്ത് ഉള്ളിലേക്ക് ആവാഹിച്ച പ്രകടനം. കുൻ ഫയ കുനിൽ അയാളിലെ അഭിനേതാവ് അറിയാതെ സോൺ ഔട്ടായി കഥാപാത്രത്തിലേക്ക് ലയിച്ചതും രൺബീറിലെ അഭിനേതാവിലെ മികച്ചൊരു ഏടാണ്. അവിടെ നിന്ന് അങ്ങോട്ട് അയാളിലെ അഭിനേതാവിൻ്റെ പൂർണ്ണതയിലേക്കുള്ള യാത്രയായിരുന്നു. അർബൻ ബോയ് ഇമേജ് മാറ്റിപ്പിടിച്ച് ബർഫിയിൽ അഭിനയ മികവിൻ്റെ മറ്റൊരു രൂപം രൺബീർ കൈക്കൊണ്ടു. ഏ ജവാനി ഹേ ദീവാനിയിൽ വീണ്ടും പ്രണയനായകനിലേക്കുള്ള തിരിച്ചുപോക്ക്. വല്ലാത്തൊരു ചാമാണ് രൺബീറിലെ പ്രണയനായകന്. ഏ ജവാനി ഹേ ദീവാനി ഒരു ടിപ്പിക്കൽ ബോളിവുഡ് പ്രണയകഥയാകുമ്പോഴും ഈ അർബൻ ബോയ്സ് ചാമാണ് സ്ക്രീനിൽ അയാളെ കൂടുതൽ മനോഹരമാക്കുന്നത്. അതിനുശേഷം രൺബീറിന് അടിതെറ്റി. ബേശ്രം, റോയ്, ബോംബെ വെൽവെറ്റ്, മോശം സിനിമകളുടെ കൂമ്പാരത്തിൽ അയാളിലെ അഭിനേതാവും മുങ്ങിപ്പോയി. റോക്ക് സ്റ്റാറിന് ശേഷം എത്തിയ ഇംതിയാസ് അലിയുടെ തമാശ തിയേറ്ററിൽ പരാജയമായി പിന്നീട് ഒരു കൾട്ട് സിനിമയായി മാറി. ചിത്രത്തിലെ വെയ്ദ് പലരുടെയും മിറർ ഇമേജ് ആയിരുന്നു. ജീവിതത്തിൽ ഒന്നാകാൻ ആഗ്രഹിച്ച് മറ്റൊരു വേഷത്തിൽ കാലം കഴിക്കേണ്ടി വരുന്ന ഒരു മിഡിൽ ക്ലാസ് ചെറുപ്പക്കാരനായി രൺബീർ മാറി. ഏറ്റവും ഒടുവിൽ അച്ഛനു മുന്നിൽ അയാൾ അത്രയും നാൾ മനസ്സിൽ ഒളിപ്പിച്ചു വെച്ച കഥകൾ പറഞ്ഞ് കരയുമ്പോഴുള്ള രൺബീറിന്റെ പ്രകടനം കണ്ണു നനയിക്കും. പ്രണയനഷ്ടത്തെ, വിരഹത്തെ, ആ വേദനയെ ആഴത്തിൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ രൺബീറിന് ഒരു പ്രത്യേക കഴിവാണ്. കാഴ്ചക്കാരൻ്റെ ഉള്ളിൽ തറച്ചു കയറും വിധം ആ വേദന നമുക്ക് അനുഭവപ്പെടും. ഏതിലെ മുഷ്കിലിൽ ചന്ന മേരയെ പാടി രൺബീറിന്റെ ക്ലോസിംഗ് ഷോട്ടിൽ ചിത്രം അവസാനിക്കുമ്പോൾ ആ നോടെയാകും നമ്മളും ആ ചിത്രം കണ്ടിറങ്ങിയിരിക്കുക. സഞ്ജുവിൽ സഞ്ജയ് ദത്തായി അത്ഭുതമാം വിധം അയാൾ മാറി. ആലിയ ഭട്ടുമായി ഒന്നിച്ച ബ്രഹ്മാസ്ത്ര എന്ന ബിഗ് ബഡ്ജറ്റ് ചിത്രം ബോക്സ് ഓഫീസിൽ ചലനമുണ്ടാക്കിയത് രൺബീറിന്റെ കരിയറിന് ഗുണമുണ്ടാക്കി. നീണ്ട 17 വർഷത്തെ കരിയർ, 21 സിനിമകൾ. എന്നിട്ടും ഒരു റൊമാൻറ്റിക് ഹീറോ പരിവേഷത്തിലേക്ക് മാത്രം അയാൾ ഒതുക്കപ്പെടുന്നു എന്ന പരാതി കേട്ടെടുത്ത് നിന്ന് സന്ദീപ് റെഡ്ഡി വങ്ക എന്ന തെലുങ്ക് സംവിധായകൻ വേണ്ടി വന്നു രൺബീറിനെ അയാളുടെ ഏറ്റവും ഉഗ്രരൂപത്തിൽ അവതരിപ്പിക്കാൻ. ആനിമൽ രൺബീറിന്റെ താണ്ഡവമായിരുന്നു. വളരെ ട്രബിൾഡായ ഒരു ആൽഫ മെയിൽ കഥാപാത്രമായിരുന്നിട്ടും സിനിമയിലെ കഥാപാത്ര നിർമ്മിതിയിലെ പ്രശ്നങ്ങൾ നിലനിൽക്കുകയും രൺബീറിന്റെ പ്രകടനത്തെ മാറ്റി നിർത്താനാകില്ല. അക്ഷരാർത്ഥത്തിൽ അഴിഞ്ഞാട്ടം. പല പ്രായത്തിലുള്ള രൺവിജയായും ക്ലൈമാക്സിലെ അസീസ് ദി ബുച്ചറായുമുള്ള പ്രകടനം. രൺബീറിനെ കൊണ്ട് ഇതൊന്നും താങ്ങില്ല എന്ന് പറഞ്ഞവർക്ക് മുന്നിൽ 3.5 മണിക്കൂർ രൺബീർ താണ്ഡവം. 100 200 കോടിയും കടന്ന് ചിത്രം 900 കോടിയിൽ പ്രദർശനം അവസാനിപ്പിച്ചു. അഡ്വാൻസ് ബുക്കിങ്ങിലും ആദ്യ ദിനങ്ങളിലെ റെക്കോർഡും അനിമൽ തൂത്തുവാരി. ഖാൻമാരുടെയും
അക്ഷയ് കുമാറിന്റെ മാത്രം കോട്ടയായിരുന്നിടത്ത് ആദ്യമായി മറ്റൊരു നടൻ മുന്നിലെത്തി. അയാളൊരു ബ്രില്യൻ്റ് ആക്ടറാണ്, അതിനൊപ്പം ഒരു സ്റ്റാർ കൂടിയാണെന്ന സന്ദീപ് റെഡ്ഡി വാങ്കയുടെ കണ്ടെത്തൽ പിഴച്ചില്ല. രാമായണം ഉൾപ്പെടെയുള്ള വലിയ സിനിമകൾ ഇനി ഇറങ്ങാനിരിക്കെ ഖാൻ ത്രയങ്ങൾക്കപ്പുറം മറ്റൊരു സൂപ്പർ സ്റ്റാർ ബോളിവുഡിൽ ജനിച്ചു കഴിഞ്ഞു.